Good morning, students. In mobile communication, new topic is handoff in cellular network system. What is handoff? ഒരു മൊബൈൽ യൂണിറ്റ്, ഒരു മൂവിങ് മൊബൈൽ യൂണിറ്റ് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ബേസ് സ്റ്റേഷനിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ആ മൊബൈൽ യൂണിറ്റ് ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബേസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഈ കോളിനെ അല്ലെങ്കിൽ ആ സർവീസിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ ആ സർവീസിൽ ഇൻട്രപ്റ്റ് വരാതെ ബേസ് സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുക. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് ഈസ് ദ പ്രൊസീജിയർ for changing the assignment of a mobile unit from one base station to another as the mobile unit move from one cell to another. And this handoff initiated by network. ഒരു മൊബൈൽ യൂണിറ്റ് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ സെൽസിലോട്ടും ഹൈ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ബേസ് ആൻറ്റിന, ഹൈ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആൻറ്റിന ഏതാണ് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു ബേസ് സ്റ്റേഷൻ ഹൈ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെറ്റ്വർക്കിന് ഫീഡ്ബാക്ക് കൊടുക്കും. ദെൻ നെറ്റ്വർക്ക് ആ ആൻറ്റിനയും മൊബൈൽ യൂണിറ്റും തമ്മിൽ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. സോ ആ ചാനൽ യൂസ് ചെയ്തിട്ടായിരിക്കും മൊബൈൽ ഫോൺ ബേസ് സ്റ്റേഷനിൽ ഡാറ്റ അല്ലെങ്കിൽ വോയിസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, റീസൺ ഫോർ എ ഹാൻഡ് ഓഫ് ടു ബി കണ്ടക്റ്റഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു ബേസ് സ്റ്റേഷനിലോട്ട് മൊബൈൽ യൂണിറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർവീസ് ടെർമിനേറ്റ് ചെയ്ത് പോകാൻ, ഇപ്പോൾ കോൾ ആണെങ്കിൽ ആ കോൾ ടെർമിനേറ്റ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ഓഫ് പ്രൊസീജിയർ അവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ടു അവോയ്ഡ് കോൾ ടെർമിനേഷൻ when the phone is moving away from the area covered by one cell and entering the area covered by another cell. Okay, when there is interference in the channel due to the different phone using the same channel in different cell. ഒരു ബേസ് സ്റ്റേഷൻ, ആ ബേസ് സ്റ്റേഷനെ ഹാൻഡിൽ ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് യൂസേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യാവുന്ന മാക്സിമം ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സോ അതിനെ എക്സീഡ് ചെയ്ത് നമ്പർ ഓഫ് യൂസേഴ്സ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഇപ്പോൾ കോളിംഗ് ആണെങ്കിൽ ആ കോൾ ടെർമിനേറ്റ് ചെയ്ത് പോവാം. സോ അത്തരം സിറ്റുവേഷനിൽ ആ സെല്ല് അതിൻ്റെ നിയറസ്റ്റ് സെല്ലിലെ ബേസ് സ്റ്റേഷനിലോട്ട് ഈ ന്യൂ യൂസേഴ്സിനെ ഹാൻഡ് ഓഫ് ചെയ്യും. ദെൻ ആ ബേസ് സ്റ്റേഷനിൽ നിന്ന് ഈ മൊബൈൽ യൂണിറ്റിലേക്ക് ഒരു പുതിയൊരു ചാനൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും സർവീസസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. When there is interference in the channels due to the different phones using the same channels in different cell. Okay, so next hand-off operation. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റിൽ ഡയഗ്രത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫുൾ മാർക്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും മസ്റ്റായിട്ടും ഡയഗ്രാം വരച്ചിരിക്കണം. ഓക്കെ, ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ ഓവറോൾ വ്യൂ എങ്ങനെയെന്ന് നോക്കാം. ഈ സർക്കിളിൽ കാണുന്നതാണ് സെൽ. ആ സെല്ലിൻ്റെ മിഡിലായിട്ട് ബേസ് സ്റ്റേഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇൻ ഫസ്റ്റ് ഫിഗർ മൊബൈൽ യൂണിറ്റ് ബേസ് സ്റ്റേഷൻ 1 നിയർ ആണ്. സോ അതിന് വേണ്ട ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക ബേസ് സ്റ്റേഷൻ 1 ആയിരിക്കും. ദെൻ മൊബൈൽ യൂണിറ്റ് ബേസ് സ്റ്റേഷൻ 2 മൂവ് ചെയ്യാണ്. ന്യൂ ബേസ് സ്റ്റേഷനിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നെറ്റ്വർക്കിലോട്ട് ഈ മൊബൈൽ യൂണിറ്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് ഫിഗർ മൊബൈൽ യൂണിറ്റ് 2 ബേസ് സ്റ്റേഷനുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ മൊബൈൽ യൂണിറ്റിൻ്റെ സർവീസിന് വേണ്ടി ഈ 2 ബേസ് സ്റ്റേഷനിലുള്ള സിഗ്നൽസും അത് യൂസ് ചെയ്യും. And third one, മൊബൈൽ യൂണിറ്റ് ബേസ് സ്റ്റേഷൻ 2 നിയറസ്റ്റ് ആണ്. മൊബൈൽ യൂണിറ്റ് ബേസ് സ്റ്റേഷൻ 2 ഹാൻഡ് ഓഫ് ചെയ്യും. അത് ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബേസ് സ്റ്റേഷൻ 1 കണക്ഷൻ അത് ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, ദെൻ ബേസ് സ്റ്റേഷൻ 2 മൊബൈൽ യൂണിറ്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനൽസ്. സോ ദിസ് ഈസ് ദ ഓവറോൾ വ്യൂ ഓഫ് എ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ, പെർഫോമൻസ് മെട്രിക്സ് used to make hand off decision. ഹാൻഡ് ഓഫ് ഡിസിഷൻ ടേക്ക് ചെയ്യാൻ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൽ ബ്ലോക്കിംഗ് പ്രോബബിലിറ്റി. The probability of a new call being blocked due to heavy load on the base station traffic capacity.
ബേസ് സ്റ്റേഷൻ്റെ ട്രാഫിക്, ദാറ്റ് മീൻ അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ കോൾസിനെ അത് ബ്ലോക്ക് ചെയ്യും. സോ ആ ഒരു കേസിൽ നമുക്ക് ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. The mobile unit is handed off to a neighboring cell based not on signal quality but on the traffic capacity. സിഗ്നൽ ക്വാളിറ്റി നോക്കിയിട്ടല്ല, ട്രാഫിക്കിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ടാണ് ആ സമയത്ത് ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. സെക്കൻഡ് വൺ, കോൾ ഡ്രോപ്പിംഗ് പ്രോബബിലിറ്റി. ഡ്യൂ ടു ഹാൻഡ് ഓഫ് കാരണം ഒരു കോൾ ടെർമിനേറ്റ് ചെയ്ത് പോവാം. ആ പ്രോബബിലിറ്റി മീൻ ഡ്യൂ ടു എ ഹാൻഡ് ഓഫ് എ കോൾ ഈസ് ടെർമിനേറ്റഡ്. Third one, call completion probability. The probability that an admitted call is not dropped before it terminated. Hand off operation perform ചെയ്തു, ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോൾ ഡ്രോപ്പ് ആയിപ്പോയില്ല, കോൾ കംപ്ലീറ്റ് ചെയ്തു. സോ അതിനുള്ള ചാൻസ് ആണ് കോൾ കംപ്ലീഷൻ പ്രോബബിലിറ്റി. Fourth one, probability of unsuccessful handoff. The probability that a handoff is executed while the reception condition are inadequate. ഹാൻഡ് ഓഫ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തു, ബട്ട് ന്യൂ ബേസ് സ്റ്റേഷനിൽ നിന്ന് മൊബൈൽ യൂണിറ്റിലോട്ട് ഒരു ന്യൂ ചാനൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഈ ബേസ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ന്യൂ ചാനൽ മൊബൈൽ യൂണിറ്റിലോട്ട് റീച്ച് ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ ഈ ചാനൽ മൊബൈൽ യൂണിറ്റ് റിസീവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരാം. സോ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ ഫെയിൽ ആവും. സോ അതിനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് അൺസക്സസ്ഫുൾ ഹാൻഡ് ഓഫ്. Fifth one, hand off blocking probability. The probability that a handoff cannot be successfully completed. Hand off operation incomplete ആവാം. So അതാണ് hand off blocking probability. Last one, sixth one, hand off probability. The probability that a handoff occurs before call termination. Normal hand off perform ചെയ്യാനുള്ള probability. കോൾ ടെർമിനേറ്റ് ചെയ്യാതെ ഹാൻഡ് ഓഫ് ചെയ്യുന്ന പ്രോബബിലിറ്റി, അതാണ് ഹാൻഡ് ഓഫ് പ്രോബബിലിറ്റി. ലാസ്റ്റ് വൺ, റേറ്റ് ഓഫ് ഹാൻഡ് ഓഫ്. ദ നമ്പർ ഓഫ് ഹാൻഡ് ഓഫ്സ് പെർ യൂണിറ്റ് ടൈം. ഇപ്പോൾ മൊബൈൽ യൂണിറ്റ് ഒരു ഹൈ സ്പീഡ് ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ് എ ടൈം ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സെൽസ് വഴി മൂവ് ചെയ്യേണ്ടി വരും. ബേസ് സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അത്രയും ഹാൻഡ് ഓഫ് ഓപ്പറേഷൻസ് അവിടെ പെർഫോം ചെയ്യും. സോ അതാണ് റേറ്റ് ഓഫ് ഹാൻഡ് ഓഫ്. So these are the performance metrics used to make handoff decision. Next, different types of handoff. First one, soft handoff, and second one, hard handoff. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹാൻഡ് ഓഫ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആൻഡ് ഹാർഡ് ഹാൻഡ് ഓഫ്. ഫോഴ്സ്ഡ് ഹാൻഡ് ഓഫ്, ഡിലേഡ് ഹാൻഡ് ഓഫ്, മൊബൈൽ അസിസ്റ്റഡ് ആൻഡ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ്. ഫസ്റ്റ് വൺ, സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഇപ്പോൾ ഒരു സെല്ലുലാർ സിസ്റ്റത്തിൽ സോഫ്റ്റ് ഹാൻഡ് ഓഫ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അറ്റ് എ ടൈം അതിലെ സെല്ലുലാർ ഡിവൈസിന് 2 or more ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ന്യൂ ബേസ് സ്റ്റേഷനിലോട്ട് സക്സസ്ഫുൾ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ സെല്ലുലാർ ഡിവൈസ് അത് ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബേസ് സ്റ്റേഷനും അതേപോലെ കണക്ട് ചെയ്തിട്ടുള്ള റിമൈൻ ബേസ് സ്റ്റേഷൻസ് എല്ലാം റിലീസ് ചെയ്യുള്ളൂ. സോ സോഫ്റ്റ് ഹാൻഡ് ഓഫിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലെ എല്ലാ സെല്ലുലാർ ഡിവൈസിനും ഹൈ ക്വാളിറ്റിയുള്ള സിഗ്നൽസ് ആയിരിക്കും അവൈലബിൾ ആവുക. ആ ടൈം ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷനിൽ ആൻറ്റിനാസിൽ നിന്ന് വരുന്ന സിഗ്നൽസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഇൻഫർമേഷൻ റിക്കവർ ചെയ്യുക. ഓക്കെ, സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഈസ് എ ഫീച്ചർ വെർ എ സെല്ലുലാർ ഡിവൈസ് ഗെറ്റ്സ് കണക്റ്റഡ് ടു 2 or more cell base trans receiver station or cell. At the same time, the mobile unit combines the 2 incoming signals to recover the information. Code division multiple access use ചെയ്യുന്ന സെല്ലുലാർ സിസ്റ്റത്തിലാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് യൂസ് ചെയ്യുക. Advantages: it provides better quality assurance as a channel is always on standby in case of power loss in any other channel. And next one, more than one repeater can send and receive signal to transmit signal to and from the mobile, it increasing transfer speed and delay is very slow. Disadvantages എന്തൊക്കെയായിരിക്കും?
സോ അറ്റ് എ ടൈം ഒരു സെല്ലുലാർ ഡിവൈസിന് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആൻറ്റിനാസിലോട്ട് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാണ്. സോ അവിടെ ഇംപ്ലിമെൻറ്റേഷൻ ഹൈലി കോസ്റ്റ്ലി ആയിരിക്കും. ഡിസ്അഡ്വാൻറ്റേജസ്: കോസ്റ്റ്ലിയർ ഇംപ്ലിമെൻറ്റേഷൻ. Only support for phones that employ CDMA or WCDMA and cannot be implemented in LTE or GSM. Second one, hard handoff. Hard handoff യൂസ് ചെയ്യുന്ന സെല്ലുലാർ സിസ്റ്റത്തിൽ ഒരു ന്യൂ ബേസ് സ്റ്റേഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ന്യൂ ബേസ് സ്റ്റേഷനിലേക്കുള്ള ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബേസ് സ്റ്റേഷനിലേക്കുള്ള കണക്ഷൻ അത് ബ്രേക്ക് ചെയ്യും. So, hard handoff is a technique that requires the user's connection to be broken before connecting to another while switching between two base station. Hence, it is equivalent to breaking before making. So, ഈ hard handoff യൂസ് ചെയ്യുന്നത് FDMA frequency division multiple axis and time division multiple axis സപ്പോർട്ട് ചെയ്യുന്ന സെല്ലുലാർ സിസ്റ്റത്തിലാണ്. Hard handoff can be further divided into two: intra-cell handoff and inter-cell handoff. First one, intra-cell handoff. Intra-cell handoff operation perform ചെയ്യുന്നത് സെയിം സെല്ലിലാണ്, സെല്ലിൻ്റെ ഇൻസൈഡ്. അതുകൊണ്ട് തന്നെ സെയിം ബേസ് സ്റ്റേഷൻ ആയിരിക്കും. സോ ബേസ് സ്റ്റേഷൻ ചേഞ്ച് ഓപ്പറേഷൻ അല്ല ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് എ ചാനൽ. ഒരു ബേസ് സ്റ്റേഷൻ അതിലെ എല്ലാ മൊബൈൽ യൂണിറ്റ്സിനും കമ്മ്യൂണിക്കേഷന് വേണ്ടി ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ എല്ലാ ചാനൽസും സെയിം ക്വാളിറ്റിയിലാവണമെന്നില്ല. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് യൂസേഴ്സ്, ബേസ് സ്റ്റേഷനും മൊബൈൽ യൂണിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിനെല്ലാം ബേസ് ചെയ്ത് ആ ചാനൽ ക്വാളിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. ന്യൂ ക്ലിയർ ചാനൽ അല്ലെങ്കിൽ ഫേഡിങ് ലെസ് ആയിട്ടുള്ള ചാനലിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്പറേഷനാണ് ഇൻട്രാ-സെൽ ഹാൻഡ് ഓഫ്. In intra-cell handoff, the source and target are the same cell. Intra-cell handoff only used to change a channel. It is changed to a new, clearer or less fading channel, and it is always connected to the same base station throughout the process. Next one, hard handoff, inter-cell handoff. ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ബേസ് സ്റ്റേഷനിലോട്ട് മൊബൈൽ യൂണിറ്റിനെ ഹാൻഡ് ഓഫ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇന്റർ-സെൽ ഹാൻഡ് ഓഫ്. ഹാർഡ് ഹാൻഡ് ഓഫ് ആകുമ്പോൾ ന്യൂ ബേസ് സ്റ്റേഷനിലോട്ട് ഉള്ള കണക്ഷൻ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബേസ് സ്റ്റേഷനിലെ കണക്ഷൻ അത് ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, ദ പർപ്പസ് ഓഫ് ദ ഇന്റർ-സെൽ ഹാൻഡ് ഓഫ് ഈസ് ടു മെയിൻറ്റെയിൻ ദ കോൾ ആസ് ദ സബ്സ്ക്രൈബർ ഈസ് മൂവിങ് ഔട്ട് ഓഫ് ദ ഏരിയ ഓഫ് ദ സോഴ്സ് സെൽ ആൻഡ് entering the area of the target cell. This is primarily used in FDMA and TDMA. An inter-cell handoff occurs when a mobile system is transferred from one base station to the other, mostly to balance the load on the network. Next one, hard handoff advantages and disadvantages. സോഫ്റ്റ് ഹാൻഡിനേക്കാളും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹാർഡ് ഹാൻഡ് ഓഫ് ആണ്. സോഫ്റ്റ് ഹാൻഡ് ഓഫിൽ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ബേസ് സ്റ്റേഷനുമായിട്ട് മൊബൈൽ യൂണിറ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ഹാർഡ് ഹാൻഡ് ഓഫ് അറ്റ് എ ടൈം ഒരു ബേസ് സ്റ്റേഷനുമായിട്ട് മാത്രമേ മൊബൈൽ യൂണിറ്റ് കണക്ട് ചെയ്യുള്ളൂ. സോ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് വെരി സിമ്പിൾ. ഹാർഡ് ഹാൻഡ് ഓവേഴ്സ് ആർ ചീപ്പർ ആസ് ദ റിക്വയർ ഓൺലി വൺ ചാനൽ ടു ബി ആക്റ്റീവ് അറ്റ് എ ടൈം, ആൻഡ് ഇറ്റ് ഈസ് ജനറലി ഇംപ്ലിമെൻറ്റഡ് മോർ ദാൻ സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഒരു ന്യൂ ബേസ് സ്റ്റേഷനിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബേസ് സ്റ്റേഷൻ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ കണക്ഷൻ ന്യൂ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ, ഫോഴ്സ്ഡ് ഹാൻഡ് ഓഫ്. തേർഡ് വൺ, ഫോഴ്സ്ഡ് ഹാൻഡ് ഓഫ്. ഒരു നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എക്സീഡ് ചെയ്ത് യൂസേഴ്സ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ആ യൂസേഴ്സിനെ നിയറസ്റ്റ് സെല്ലിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യും. സോ അത്തരം ഹാൻഡ് ഓഫ് ഓപ്പറേഷനാണ് ഫോഴ്സ്ഡ് ഹാൻഡ് ഓഫ്. ഫോഴ്സ്ഡ് ഹാൻഡ് ഓഫ് ഈസ് പെർഫോമഡ് when the number of users exceed the capacity of the network. Then the mobile unit forcefully hand off the neighboring cell's base station. So forced hand off operation ചെയ്യുമ്പോൾ ക്വാളിറ്റി നോക്കിയിട്ടായിരിക്കില്ല, നിയറസ്റ്റ് സെൽ ഏതാണോ അതിലേക്കായിരിക്കും ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഓക്കെ. ഫോർത്ത് വൺ, ഡിലേഡ് ഹാൻഡ് ഓഫ്.
ഒരു മൊബൈൽ യൂണിറ്റ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ന്യൂ ബേസ് സ്റ്റേഷനിലോട്ട് ചേഞ്ച്ഡ് ആവണം. ബട്ട് ഈ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബേസ് സ്റ്റേഷൻ അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ഹാൻഡ് ഓഫ് ഓപ്പറേഷനിൽ ഒരു ഡിലേ ഉണ്ടാവും. സോ അത്തരം ഹാൻഡ് ഓഫ് ഓപ്പറേഷനാണ് ഡിലേഡ് ഹാൻഡ് ഓഫ്. ആ മൊബൈൽ യൂണിറ്റിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്തിന് ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഓൾറെഡി അതൊരു സർവീസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ത്രെഷോൾഡ് എബോവ് വരുന്ന സിഗ്നൽ സ്ട്രെങ്ത് ആണെങ്കിൽ ആ കോൾ അല്ലെങ്കിൽ ആ സർവീസ് അതിന് കണ്ടിന്യൂ ചെയ്യാം. അതല്ല സിഗ്നൽ സർവീസ് ത്രെഷോൾഡിലും താഴെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോൾ ഡ്രോപ്പ് ചെയ്തു പോകും. A delayed handoff occurs when no base station is available to accept the transfer. In such cases, the call generally continues until the signal strength reaches a certain threshold. If it goes below the threshold, the call is dropped. So, delayed handoff-il call drop ചെയ്ത chances ഉണ്ട്. So, chances of call being dropped are very high. Fifth one, mobile assisted handoff. ഒരു മൊബൈൽ ഫോണിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ബേസ് സ്റ്റേഷനിലേക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്യാം. സോ അത്തരം ഹാൻഡ് ഓഫ് ഓപ്പറേഷനാണ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. എ മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് ഈസ് എ പ്രോസസ് യൂസ്ഡ് സ്പെസിഫിക്കലി ഇൻ GSM നെറ്റ്വർക്ക്സ് വെർ എ മൊബൈൽ ഫോൺ അസിസ്റ്റ് ഓർ ഹെൽപ്പ് ദ ബേസ് സ്റ്റേഷൻ ടു ട്രാൻസ്ഫർ എ കോൾ ടു അനദർ ബേസ് സ്റ്റേഷൻ. ബേസ് സ്റ്റേഷനും ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷനും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, വിത്ത് stronger signal strength and improved connectivity. So this handoff reduce handoff time and it is also used in GSM device which is based on the TDMA techniques. So these are the different types of handoff. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.